നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. പുതുപ്പള്ളിയിൽ CPM-കാർക്ക് ഒരാളെ നിർത്താൻ ആശയക്കുഴപ്പമായിരുന്നു, ആരെ നിർത്തണം എന്നുള്ളത്. ചാണ്ടി ഉമ്മൻ ഞങ്ങൾക്കൊരു ഇരയല്ല എന്നൊക്കെ പറയുമ്പോഴും ഈ CPM-കാർ തന്നെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അവിടുത്തെ ആ കല്ലറ അതൊരു പേടി സ്വപ്നമായി CPM-ന് നിൽക്കുകയാണോ? അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ചാണ്ടി ഉമ്മനേക്കാൾ കൂടുതൽ അവിടുത്തുകാർക്ക് പറയാനുള്ളത് ഉമ്മൻചാണ്ടി എന്നുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി എല്ലാ കാലത്തും ഈ പറയുന്നത് പോലെ സോളാർ ഒരു ചർച്ചാ വിഷയമാണ്. ആ നീതിമാനെ വേട്ടയാടിയതിന്റെ കഥകൾ നമ്മൾ എല്ലായ്പ്പോഴും പറയാറുമുണ്ട്. ഇത്തവണയും അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഗണേഷ് കുമാറിന് വലിയ ഒരു തിരിച്ചടി കൂടി ഉണ്ടാകുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഗണേഷ് കുമാർ കളിച്ച പല കള്ളത്തരങ്ങളുടെയും അല്ലെങ്കിൽ ആ മനുഷ്യനെ വേട്ടയാടാൻ കാണിച്ച ഒരുപാട് ചതിയുടെ കഥകൾ കൂടി ഇത്തവണ വലിയ ചർച്ചയായി മാറുന്നു. ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ വർഷം അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ചയല്ല, ഏപ്രിൽ 9 നടക്കാൻ പോകുന്നത്. ഇനി ഒരാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. മറുവശത്ത് നമ്മൾ വലിയ അത്ഭുതങ്ങൾ കാണുന്നു. ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഒരുപാട് ക്രൂശിതനായ ഒരു വ്യക്തിയാണ്. മിടുക്കനാണ്. അവിടെ ഡൽഹിയിൽ JNUവിലൊക്കെ പഠിച്ച് എല്ലാം മെറിറ്റിലാണ്. ഒരു തൻ്റെയുള്ള ഒരു യുവ നേതാവായി കേരളത്തിലേക്ക് വന്നു. അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമ്പോൾ അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല കേരളത്തിൽ. കാരണം ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് നിരവധി നെഗറ്റീവുകളാണ് നമ്മൾ അതുവരെ കേട്ടത്. ഒന്ന്, അപ്പനെ ശരിയായി ചികിത്സിക്കാത്ത ഒരു മകൻ, നിഷേധിയായ ഒരു മകൻ എന്ന് മാത്രമല്ല, ഒരു അച്ചടക്കമില്ലായ്മയൊക്കെ ഉണ്ടോ, ഒരു ന്യൂജൻ ശൈലിയിലാണ് അന്ന് ചാണ്ടി ഉമ്മൻ്റെ പല പെരുമാറ്റങ്ങളും. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വിജയിക്കുന്നു. പിന്നീട് ചാണ്ടി ഉമ്മൻ അടിമുടി മാറുന്നു. ആ മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മൻ നിറഞ്ഞു നിൽക്കുന്നു. മറുവശത്ത് നമുക്കറിയാം, കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ, ഒരു കെട്ടിടം വീണ് അവിടെ രോഗിയുടെ കൂട്ടിരിപ്പിന് വന്നയാൾ മരിച്ച ഒരു സംഭവത്തിൽ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലെത്തി. ഒരു കുടുംബത്തിൽ ഒരു ദുരന്തം സംഭവിച്ചാൽ എങ്ങനെ ഒരാൾ പ്രതികരിക്കും, അതുപോലെ ഉത്തരവാദിത്തമെടുത്ത് ഉദ്യോഗസ്ഥരെ കോർത്തിണക്കി ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നപ്പോൾ എല്ലാവരും ഓർത്തത് പഴയ ഉമ്മൻചാണ്ടിയാണ്. പിന്നീട് ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ചെന്ന ചാണ്ടി ഉമ്മൻ വലിയ തെരുവുകളിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കാനല്ല ഇറങ്ങിത്തിരിച്ചത്. വീടുകൾ കയറി ജനങ്ങളുമായി സംവദിക്കുന്നു, ആളുകളെ ചേർത്ത് പിടിക്കുന്നു. പണ്ട് ഉമ്മൻചാണ്ടി എങ്ങനെ സ്നേഹിച്ചിരുന്നു അതുപോലെ ഈ ചാണ്ടി ഉമ്മനെ ആശ്ലേഷിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിസ്മയമാണ് ചാണ്ടി ഉമ്മൻ. കാരണം പോസ്റ്ററില്ല, ഫ്ലെക്സില്ല, ഒന്നുമില്ല. ചാണ്ടി ഉമ്മൻ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇതിനുള്ള ഒരുക്കമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പുതുപ്പള്ളി മണ്ഡലത്തിലെ ആൾക്കാർക്ക് പഴയ ഉമ്മൻചാണ്ടിയുടെ കാലമൊക്കെ അറിയാം. ഉമ്മൻചാണ്ടി ഒന്നും പറയാറില്ല, ഇത്ര ഫ്ലെക്സ് അടിക്കണം, പോസ്റ്റർ അടിക്കണം ഒന്നും പറയാറില്ല. ഇതൊക്കെ അവിടെ ഒരു ചിട്ടവട്ടമുണ്ട്, ഒരു സംഘാടക സമിതിയുണ്ട്. അവർ ഒത്തുചേർന്ന് കുറേ ഫ്ലെക്സും ബോർഡും ഒക്കെ അടിക്കുന്നു, എല്ലായിടത്തും കൊണ്ടുചെന്ന് വെക്കുന്നു. അതേ മാതൃകയിൽ ചാണ്ടി ഉമ്മനോട് ചോദിച്ചു, നമുക്ക് എത്ര ഫ്ലെക്സും എത്ര ബോർഡും? ഒന്നും വേണ്ട. ഞെട്ടിപ്പോയി. കാരണം കേരളത്തിൽ ഇതൊരു പുതിയ സംസ്കാരമാണ്, പുതിയ മാതൃകയാണ്. ചാണ്ടി ഉമ്മന് പ്രചരണത്തിന് വലിയൊരു അലങ്കരിച്ച വാഹനം വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ സംഘാടകർ പെട്ടെന്ന് വാഹനം തപ്പുന്നു, ജീപ്പ്, ഓപ്പൺ ജീപ്പ്, ഒന്നും വേണ്ട. പിന്നീട് ചാണ്ടി ഉമ്മനെ കേരളം കാണുന്ന ഒരു സൈക്കിളും എടുത്ത് വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുന്നതാണ്. അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ ചെറുപ്പക്കാരൻ. ഒരു CPM നേതാവിൻ്റെ ഏതെങ്കിലും ഒരു മകന് അല്ലെങ്കിൽ ഒരു യുവ നേതാവിന് ഇങ്ങനൊരു മാതൃക കേരളത്തിന് കാട്ടിത്തരാൻ കഴിയുമോ? ചാണ്ടി ഉമ്മൻ അത്ര നിസ്സാരക്കാരനല്ല. എത്ര വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പൻ. എത്ര വർഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന വ്യക്തിയാണ്. എത്ര അധികാരം കൈയാളിയ വ്യക്തിയാണ്. എത്രമാത്രം ബിസിനസ് ലോകവുമായി ഇഴയെടുപ്പ് ബന്ധമുള്ള ആളാണ്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയുടെ മകൻ ഇത്ര സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇത് ചാണ്ടി ഉമ്മൻ്റെ നമ്പറായിരിക്കും ആദ്യത്തെ എന്നുള്ളൊരു മട്ടിൽ ആൾക്കാർ ഒന്ന് മാറി നിന്ന് വീക്ഷിച്ചു. പക്ഷെ അയാൾക്ക് കുലുക്കമില്ല. അയാളുടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അയാൾക്കൊപ്പം സൈക്കിൾ ചവിട്ടാൻ എത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ഇതിൽ പരം ഒരു അംഗീകാരം അയാൾക്ക് വേണോ? അങ്ങനെ ചാണ്ടി ഉമ്മൻ ഒരു മാതൃകയാവുകയാണ് കേരളത്തിന്, ഒരു അത്ഭുതമാവുകയാണ്.
ഇതൊരു യുവാവിനെ കൊണ്ടൊരു പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് സാധിക്കണമെങ്കിൽ അതിന് വലിയ ദൈവികത വേണം, അതിന് വലിയ അനുഗ്രഹം വേണം. അവിടെയാണ് ഉമ്മൻചാണ്ടിയെ നമ്മൾ വീണ്ടും കാണുന്നത്. പുതുപ്പള്ളി കല്ലറയിൽ ഉമ്മൻചാണ്ടി വെറുതെ അല്ല അന്ത്യവിശ്രമം കൊള്ളുന്നത്, അദ്ദേഹം കേരളത്തിനൊപ്പമുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ച ആ സംഭവം ചർച്ചയ്ക്ക് വരുന്നത്. നമ്മൾ കേട്ടു 1 മാസം മുമ്പ് കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ ഗണേഷ് കുമാറിൻ്റെ ഒരു വാർത്ത. മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്ന് ഗണേഷ് കുമാർ പറയുന്നു അവിടെ ഒരു കേസ് നടക്കുന്നുണ്ട്, ഗണേഷ് കുമാർ ഒരു ഗൂഢാലോചന നടത്തി സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ. ആ കേസ് അനിശ്ചിതമായൊന്ന് മാറ്റിവെക്കണം, കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രചരണത്തിന് ഉപയോഗിക്കും കോടതിയുടെ പരാമർശങ്ങളൊക്കെ. പക്ഷേ കോടതിയെ തള്ളിക്കളഞ്ഞു, കാരണം കോടതിക്ക് ബോധ്യമുണ്ട്, കോടതിക്കറിയാം ആ കേസിൻ്റെ ഒരു സ്വഭാവ ഘടന. ഗണേഷ് കുമാറിൻ്റെ ഹർജി തള്ളിക്കളഞ്ഞത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഒരു അത്ഭുതം കൂടി നടന്നു. സഞ്ജയ് ഖാൻ എന്ന് പറഞ്ഞ് 2001-2004 കാലഘട്ടത്തിൽ ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു മൊഴി ഇതേ കോടതിയിൽ രേഖപ്പെടുത്തുന്നു. ആ മൊഴി കൃത്യതയോടെ ഉള്ളതാണ്. സോളാർ നായികയോട് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടു എന്ന് ഞാൻ കേട്ടുവെന്നാണ് ഈ മൊഴി. എന്നെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുത്തില്ല, അതിൻ്റെ പക ഞാൻ തീർക്കും. അടുത്ത LDF മന്ത്രിസഭയിൽ ഞാൻ ഉണ്ടാകും, ഞാൻ LDFിലേക്ക് ചേക്കേറും, മത്സരിക്കും, ജയിക്കും, അവിടെ മന്ത്രിയാകും. ഉമ്മൻചാണ്ടിയോട് ഞാൻ പക വീട്ടും. ഇത് പറയുന്നത് താൻ കേട്ടുവെന്ന് അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് മൊഴി നൽകിയിരിക്കുകയാണ്. ഇതിൽ പരം ഒരു വീഴ്ച എന്താണ് ഗണേശന് സംഭവിക്കാനുള്ളത്? ഗണേശൻ്റെ ഒരു അഹംഭാവം, ധാർഷ്ട്യം, അതെന്താ? പത്തനാപുരത്തെ ജനം വിഡ്ഢികളാണ് എന്നുള്ളതാണ്. കാരണം അഭിനയം കൊണ്ട് ആ ജനതയെ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളാക്കി മാറ്റി വോട്ട് നേടി വീണ്ടും MLA ആകാം, എന്നിട്ട് ഇതേ ജനതയെ നോക്കി പരിഹസിക്കാം. മറുവശത്ത് ഉമ്മൻചാണ്ടിയെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ഇപ്പോഴും നെഞ്ചത്തിൽ കൊണ്ടു നടക്കുന്ന ആ കോൺഗ്രസ് അനുഭാവികളെ, പ്രവർത്തകരെ പരിഹസിക്കാമെന്നാണ്. അവിടെയാണ് ഇടുത്തി പോലെ സഞ്ജയ് ഖാൻ്റെ മൊഴി. എത്ര തെളിവുകളായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. 1 മാസം മുമ്പ് പ്രശോഭ ഓർക്കുന്നുണ്ടാവാം, അദ്ദേഹത്തിൻ്റെ സഹോദരി ഉഷ മോഹൻദാസ് ഇവിടെ എത്തി. ദീർഘമായ ഒരു അഭിമുഖത്തിനിടയിൽ അവർ കണ്ണു തുടയ്ക്കുന്നുണ്ടായിരുന്നു. അഭിമുഖത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, ഈ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണ്? അവർ അഭിമുഖത്തിൽ സത്യം തുറന്നു പറഞ്ഞു, അത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ആ 4 പേജ് കത്തിനെക്കുറിച്ച് താൻ തൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ളയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉമ്മൻചാണ്ടി ഒരിക്കലും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, ഉമ്മൻചാണ്ടി നിരപരാധിയാണ്, സത്യം ചെയ്താണ് ബാലകൃഷ്ണപിള്ള തന്നോട് പറഞ്ഞതെന്ന് അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നു, ഗണേശൻ്റെ സഹോദരി പറയുന്നു. അപ്പോൾ ഞാൻ അഭിമുഖത്തിൽ ചോദിച്ചു, പിന്നെ എങ്ങനെ അത് സംഭവിച്ചു എന്ന്. ഇതിൻ്റെ ഉത്തരവും പറഞ്ഞു. അവർ പറഞ്ഞു, അത് എങ്ങനെ സംഭവിച്ചു എന്നത് ഗണേശനൊപ്പമുള്ളവർ തന്നെ ഇപ്പോൾ വിവരിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ നാളുകൾക്ക് മുമ്പ് മനോജ് കുമാർ പറഞ്ഞ് നമ്മൾ കേട്ടു എങ്ങനെ ഈ കത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. അടുത്ത കാലത്ത് മറിയാമ്മ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ കാണാൻ വന്നുവെന്ന് ഉഷ മോഹൻദാസ് പറഞ്ഞു. ഒരു കുട്ടി കരയുകയായിരുന്നു എന്ന്. എത്ര വേദനിച്ചിട്ടുണ്ടാവണം ആ മനുഷ്യൻ നീതിമാനാണ് എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ അതിലപ്പുറം എത്ര വലിയൊരു നീതികേടാണ് ആ മനുഷ്യനോട് ചെയ്തത്. ഒരു പച്ച മനുഷ്യനോട് ഇത്തരം നീതികേടുകൾ ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ? അത് ഓർക്കണം. കേരളത്തെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകർന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം എത്ര ക്രൂരമായിരുന്നു. അദ്ദേഹത്തിന് അസുഖം ബാധിച്ച്, അതെല്ലാം ആ സ്ട്രെസ്സിൽ നിന്നുണ്ടായതാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പോൾ സ്ട്രെസ്സായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ക്യാൻസറിനൊരു വലിയ കാരണമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സോളാർ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ നമുക്കറിയാം. ആ ഒരു ഘട്ടത്തിൽ PC ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്ര മലീമസമായ, എത്ര നെറികെട്ട ആരോപണങ്ങളാണ് താൻ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു പോയത്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൻ്റെ ഒരു മൂലയിൽ വെച്ച് താൻ കണ്ടു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് എക്സ്ക്ലൂസീവ് കൊടുത്തൊരു PC ജോർജിൻ്റെ വാക്കുകൾ. ഇതേ PC ജോർജ് KM മാണിയെക്കുറിച്ച് പറഞ്ഞ അപവാദങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഇത്തരം വിഷം വഹിച്ചുകൊണ്ട്, വിഷം ചീറ്റി
കൊലപ്പെടുത്തുന്നതിന് തുല്യമല്ലേ ഇത്തരം പ്രയോഗങ്ങളും ഇത്തരം ഗൂഢാലോചനകളും. ആ കാലഘട്ടത്തിൽ ഒരു നെക്സസ് ഉണ്ടായി. ആ നെക്സസിൽ ഗണേഷ് കുമാർ തന്നെയായിരുന്നു ഏറ്റവും ക്രൂത്തനായി നിന്നത്, ഏറ്റവും പകയോടെ നിന്നത്. തന്നെ തിരികെ മന്ത്രിസഭയിൽ കയറ്റാത്തത്, ആ കഥയും ഉഷ മോഹൻദാസ് അന്ന് വിശദമായി പറഞ്ഞിരുന്നു. യാമിനി തങ്കച്ചി ഒട്ടനവധി ക്രൂരതകൾ അനുഭവിച്ചു, ഒരുപാട് ഗാർഹിക പീഡനങ്ങളേറ്റു, സ്ഥിരം മർദ്ദിക്കുമായിരുന്നു ഈ ഗണേശൻ. ഇന്ന് മാത്രമല്ല, മറ്റ് യുവതികളുമായൊക്കെയുള്ള ബന്ധങ്ങളെ ചൊല്ലി ഇവർ തമ്മിൽ നിരന്തരം കലഹിച്ചു. അങ്ങനെ മന്ത്രിമന്ദിരത്തിൽ അരുതാത്തത് ചിലതൊക്കെ നടന്നു എന്ന് യാമിനി തങ്കച്ചി തന്നെ കേരളത്തോട് പറഞ്ഞിട്ടുണ്ട്, കണ്ടു എന്ന് തന്നെ പറഞ്ഞു. അത് താൻ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ യാമിനി കുതിറി മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗണേശൻ്റെ മുഖത്ത് ചില പരിക്കുകൾ പറ്റി. മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് തൻ്റെ ഭാര്യ മർദ്ദിച്ചു, മുഖം വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു മന്ത്രി. ഈ യാമിനി തങ്കച്ചി തൊട്ടടുത്ത ദിവസം നേരെ ഉമ്മൻചാണ്ടിയെ പോയി കണ്ടു. ഗാർഹിക പീഡന പരാതി താൻ തരികയാണ്, ഗണേഷ് കുമാർ തന്നെ അതിക്രൂരമായി മർദ്ദിച്ചു. ഇതൊക്കെയാണ് ഗണേഷ് കുമാറിൻ്റെ ചെയ്തി. അപ്പോൾ അതിനു മുൻപ് തന്നെ മറ്റൊരു പരാതി ഉമ്മൻചാണ്ടിയുടെ ചെവിയിലുണ്ട്. ഒരു കുടുംബം തകർത്ത ഒരു നാഥൻ, ഒരു ഗ്രഹനാഥൻ, ഒരു മനുഷ്യൻ ഉമ്മൻചാണ്ടിയെ ഒറ്റയ്ക്ക് വിളിച്ച് ഒരുപാട് ദുരന്തം തനിക്ക് സംഭവിച്ച, ദാമ്പത്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അതിന് ഉത്തരവാദിയായ ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ അത് ആരോടും പറഞ്ഞില്ല. യാമിനി തങ്കച്ചി ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു അനുരഞ്ജനത്തിൽ എത്തിച്ച് ഇരുവരെയും വിടാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. പക്ഷെ പാടുന്നു, കയ്യിൽ നിൽക്കുന്നില്ല. ബാലകൃഷ്ണപിള്ളയെ വിളിച്ചു. ഇതൊരു പോലീസ് പരാതിയിലെത്തിയാൽ വലിയ നാണക്കേടുണ്ടാക്കും, ഗണേശനെ പുറത്താക്കേണ്ടി വരും, കയ്യിൽ നിൽക്കില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അങ്ങനെ ബാലകൃഷ്ണപിള്ള ഇടപെട്ട് ഈ പ്രശ്നം തീർക്കാൻ നോക്കുന്നു. ഉമ്മൻചാണ്ടി അതിനിടയിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നു, യാമിനി തങ്കച്ചിക്ക് വലിയ കലിപ്പായി. കാരണം അവരതുപോലെ വേദന അനുഭവിച്ചു. അവരൊരു പോലീസ് പരാതി കൊണ്ടുപോയി കൊടുത്തു. ഉമ്മൻചാണ്ടി പറഞ്ഞു, ഇവിടെ വെച്ച് ഇതൊരു സെറ്റിൽമെൻറ്റിലെത്തിലെ എൻ്റെ കയ്യിൽ നിൽക്കില്ല, മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. അങ്ങനെ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. അന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആക്രോശിച്ചവരാണ് ഇടതുപക്ഷം. അങ്ങനെ മന്ത്രിസ്ഥാനം രാജിവെച്ചു. പക്ഷെ അവിടെ ഈ ഗണേഷിൻ്റെ പക മറ്റൊന്നാണ്, ഈ സ്വത്തിനോടുള്ളൊരു ആർത്തിയുണ്ട്. ഗണേഷ് കുമാറിന് ബാലകൃഷ്ണപിള്ള ഈ വഴുതക്കാട് ഒരു വീട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ള പറഞ്ഞ് ഈ വീട് അവക്കും മക്കൾക്കും കൊടുക്കണം, അവളെ വെറുതെ ഇറക്കി വിടത്തില്ല, പണം കൊടുക്കണം. പണവും വീടും ഒക്കെ യാമിനിക്ക് കൊടുക്കാൻ ബാലകൃഷ്ണപിള്ള മുൻകൈയെടുത്ത് ഇരുവർക്കും ഇടയിൽ ഒരു കരാറുണ്ടാക്കി. അങ്ങനെ പ്രശ്നം താൽക്കാലികമായി ഒന്ന് കെട്ടടങ്ങി. പക്ഷേ അപ്പോഴേക്കും ഗണേശനെതിരെ മറ്റു ചില ആരോപണങ്ങൾ, സോളാർ നായികയുടെ പേരിലുള്ള ആരോപണങ്ങൾ, നിരവധി ആരോപണങ്ങൾ. ഉമ്മൻചാണ്ടിക്ക് ഒന്നും മേലാത്ത പരുവത്തിലായി. പിന്നീട് ഗണേശനെ മന്ത്രിസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ വലിയ നാണക്കേടുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടി ആകെ പരിഭ്രമിച്ചു. ആ മനുഷ്യനെയാണ് പകയുടെ പേരിൽ പിന്നീട് വേട്ടയാടുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? പത്തനാപുരം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയാണ്. എല്ലാ കോർണർ മീറ്റിങ്സിലും ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ക്രൂരത അവിടെ മുഖ്യ ചർച്ചാ വിഷയം. ഉമ്മൻചാണ്ടിയെ വളരെ ഭംഗിയായി ആ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നതിൽ ജ്യോതികുമാർ ചാമക്കാലയും വിജയിച്ചു. മറുവശത്ത് NSS എന്നും ഗണേഷ് കുമാറിനെ താങ്ങി നിർത്തിയിരുന്നു. NSS എടുത്ത് പാതാളക്കുഴിയിലിട്ടു. നമുക്കറിയാം, അടുത്ത കാലത്ത് അവിടുത്തെ പുല്ലൂർ താലൂക്ക് കമ്മിറ്റി, NSSൻ്റെ താലൂക്ക് യൂണിയൻ വളരെ നിശ്ചിതമായ ഭാഷയിൽ ഗണേഷ് കുമാറിനെ വിമർശിക്കുന്നത് നമ്മൾ കേട്ടു. അവിടെ ഒരു പത്മ കവ എന്ന് പറഞ്ഞ് ഒരു ഹോട്ടൽ തുടങ്ങി ഇന്ത്യയിൽ നടത്തി 4 കോടി തട്ടിയ കഥ പറഞ്ഞു. എത്ര കഥകൾ. ബാലകൃഷ്ണപിള്ളയിൽ നിന്ന് സ്വത്ത് അടിച്ചെടുത്ത കഥ ഉഷ മോഹൻദാസ് നമ്മളോട് പറഞ്ഞിരുന്നു. തട്ടിപ്പിൻ്റെയും വഞ്ചനയുടെയും ഒക്കെ വലിയ കഥകളല്ലേ പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ ആ മണ്ഡലത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിക്കെതിരെ ചെയ്ത ക്രൂരതയ്ക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും ഗണേഷ് കുമാർ. അതിന് ഉത്തരം പറഞ്ഞേ തീരൂ. അതൊരു ലോകത്തിൻ്റെ നീതിയാണ്. ചില വിധി നമുക്ക് തടുക്കാൻ കഴിയില്ല. പത്തനാപുരത്തെ ജനങ്ങളെ അങ്ങനെ പൊട്ടന്മാരാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവരെ വിഡ്ഢികളാക്കാൻ കഴിയുമോ നമുക്കറിയില്ല. ഏതായാലും ജ്യോതികുമാർ ചാമക്കാല ചോദിക്കുന്നത് അത് തന്നെ, അതേ ചോദ്യമാണ്. എത്ര കാലം നിങ്ങൾക്ക് ഒരു സമൂഹത്തെ വിഡ്ഢികളാക്കാൻ കഴിയും? കുറേ കാലത്തേക്ക് നമുക്ക് ഒരു സമൂഹത്തെ വിഡ്ഢികളാക്കാൻ കഴിയും. എല്ലാ കാലത്തേക്കും കഴിയുമോ? അതിലപ്പുറത്ത് ഒരു പകയുടെ, ഈ ക്രൂരതയുടെ ഈ ഏട് അത്ര പെട്ടെന്ന് കേരളം മറക്കുമോ? ഇവിടെയാണ് പത്തനാപുരത്തും പുതുപ്പള്ളിയിൽ നമ്മൾ കാണുന്ന 2 അത്ഭുതങ്ങൾ. ഈ 2 അത്ഭുതങ്ങൾ UDFന്, പുതുപ്പള്ളി UDFൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ്, പക്ഷെ പത്തനാപുരം UDFിലേക്ക് വരും എന്നാണ് പൊതുവെ സൂചനകൾ. വലിയ
ഒരു മുന്നേറ്റം ഈ രണ്ട് മണ്ഡലങ്ങളിൽ നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നത്. പലപ്പോഴും തോന്നാറുണ്ട് ഉമ്മൻചാണ്ടി ഒരു അത്ഭുതമാണ് ഒരു മനുഷ്യൻ. കാരണം എത്രത്തോളം ക്ഷമിക്കാൻ ഒരു മനുഷ്യന് കഴിയും എന്നുള്ളതിൻ്റെ ഒരേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഉമ്മൻചാണ്ടിയിലേക്ക് എത്താം. അതുപോലെ തന്നെയാണ് ആ അപ്പനെ പോലെ തന്നെയാണ് ആ മക്കളും എന്ന് തോന്നാറുണ്ട്. കാരണം ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി അവർ എല്ലാവരോടും ക്ഷമിക്കുന്നുണ്ട്. ആ മനുഷ്യനെ എന്താ പറയുക, നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ മകളെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന ഒരു പ്രസംഗം നമ്മൾ കേട്ടതാണ് VS-ൻ്റെ നാവിൻ തുമ്പിൽ നിന്ന്. ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പ്രസംഗം അത് നമ്മൾ കേട്ടു. പക്ഷേ VS മരിക്കുന്ന സമയത്ത് ആ മകൾ, ഉമ്മൻചാണ്ടിയുടെ ആ മൂത്ത മകൾ ഒരു കുറിപ്പിട്ടിരുന്നു, അദ്ദേഹത്തിന് പ്രണാമം, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് താഴെ വന്നതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അതിനുശേഷം അച്ചൂമ്മന് നേരെ അവരുടെ സമ്പാദ്യത്തെക്കുറിച്ച് ഒരു വലിയ വേട്ടയാടൽ ഇവിടുത്തെ CPM-കാർ നടത്തി. വീണ ഡ്രസ് കോഡിനെ കുറിച്ച്, അതെ, ചെരുപ്പ്, ബാഗ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വലിയ വേട്ടയാടൽ. പിന്നീട് നിരന്തരം പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥി ആയത് മുതൽ ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ ചാണ്ടി ഉമ്മനെ അങ്ങേയറ്റം പറയാൻ പറ്റുന്നതെല്ലാം ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു മക്കളാണ്. ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്തായിരുന്നു അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മക്കളും. അവരുടെ ഒരു ശൈലിയും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് ഇത്രത്തോളം ഇവർക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്? അത് രണ്ട് അടയാളങ്ങളാണ്, രണ്ട് അടയാളപ്പെടുത്തലുകളാണ്. തെങ്ങിൻ പൂക്കല ചിതറുന്നത് പോലെ ആ ശത്രുവിനെ ഞങ്ങൾ കൊന്നുകളയും എന്ന് പ്രഖ്യാപിച്ച് TP ചന്ദ്രശേഖരൻ്റെ തല വടിവാൾ കൊണ്ട് വെട്ടി ആ തലയോട് ചിതറിക്കുന്ന ഒരു ക്രൂരത. അത് കഴിഞ്ഞ് ആ കൊലപാതകത്തെക്കുറിച്ച്, ആ സംഭവത്തിൽ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് അന്ന് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയായിരിക്കും. അത് നമ്മൾ പ്രതികരണത്തിൻ്റെ ഒരു അടയാളമായി നമുക്ക് മുന്നിലുണ്ട്. മറ്റൊരു പ്രതികരണത്തിൻ്റെ അടയാളമാണ് അന്ന് കണ്ണൂരിൽ തൻ്റെ നെഞ്ചിൻ കൂടിന് നേർക്ക് വന്ന ഒരു കല്ല്. ആ ഇന്നോവ കാറിൻ്റെ ഗ്ലാസ് തകർത്ത് ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിൽ വന്ന് പതിച്ചൊരു കല്ല്. രക്തം ഇറ്റു വീഴുക. ആ മനുഷ്യൻ പുറത്തിറങ്ങി എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു ഭാവം. പിന്നീട് ആ കല്ലെറിഞ്ഞ വ്യക്തിക്കെതിരെയുള്ള കേസ് പിൻവലിച്ച ഉമ്മൻചാണ്ടി, ആ ക്ഷമ, അതാണ് മക്കൾ പഠിച്ചത്. ആ ക്ഷമയുടെ അടയാളങ്ങളായിട്ട് ചാണ്ടി ഉമ്മനും അറിയാവുമ്മനും അറിയെങ്കിൽ അതിൽ നമുക്ക് അതിശയോക്തിയൊന്നും കലർത്താനില്ല. അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. അത് ഉമ്മൻചാണ്ടിയുടെ ജീവിതമാണ്. അതൊരു നേർസാക്ഷ്യമാണ്. അവിടെ നമുക്കിപ്പോഴും വളരെ ക്ഷമയോടെ സംവദിക്കുന്ന മറിയാമ്മനെ കാണാൻ കഴിയുന്നു. അവിടെ നമുക്ക് വളരെ ക്ഷമയോടെ ആക്രോശിക്കാതെ ജനങ്ങളിൽ ഒരുവളായി ഓരോ മണ്ഡലങ്ങളിലൂടെയും കയറി ഇറങ്ങുന്ന മറിയാമ്മനെ കാണാൻ കഴിയുന്നു. വളരെ ശാന്തനായി താൻ തൻ്റെ ജനത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് ഒരു സൈക്കിളിൽ പുതുപ്പള്ളി മണ്ഡലത്തിലൂടെ ചുറ്റിക്കറങ്ങുന്ന ചാണ്ടിയുമ്മനെ കാണാൻ കഴിയുന്നു. അപ്പോൾ കുടുംബം ഒരു കോൺഗ്രസിൻ്റെ പ്രതീകമാവുകയാണ്. ആ കുടുംബത്തിലൂടെ ഉമ്മൻചാണ്ടി വീണ്ടും കേരളത്തിൻ്റെ ആ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. അതിനെയൊന്നും ഭയപ്പെടുത്തി ഓടിക്കാൻ ഇവിടെ മറ്റൊരു സംവിധാനത്തിനും കഴിയില്ല. എപ്പോഴും വേട്ടക്കാരെ ഭയപ്പെടുത്തുന്ന ചില അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ മാത്രം മതി വേട്ടക്കാരെ ഭയപ്പെടുത്തി ഓടിക്കാൻ. ഇതൊരു അടയാളമാണ് കേരളത്തിൻ്റെ, അതൊരു സംസ്കാരമാണ്. ഈ പറയുന്ന പോലെ തന്നെ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പോലും ഗണേഷ് കുമാറിനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കൂടെ ചേർത്താണ് പറഞ്ഞത്. അതായത് കുടുംബ പ്രശ്നം, നാട് മുഴുവൻ വിഭജിച്ച് നടന്ന ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇത് കുടുംബ പ്രശ്നമാണ്. അത് അവർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പരിഹരിച്ചു, അതിൽ ഞങ്ങൾ ഇനി എന്ത് ഇടപെടാനാണ് എന്ന് പറഞ്ഞ ഒരു വലിയ നെറുകേട് നമ്മൾ കേട്ടു. അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം കാണിച്ചത് വലിയ വൃത്തികേടാണ്. കാരണം മറ്റുള്ളവരുടെ വീടുകളിലെല്ലാം കയറി, മറ്റു വീടുകളിലൊക്കെ പോയിട്ടാണ് ഈ വൃത്തികേട് മുഴുവൻ കാണിച്ചത്. പക്ഷേ ഗണേഷ് കുമാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് വളരെ ഗോപ്യമായി സ്വന്തം വീട്ടിൽ വെച്ച്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞല്ലോ, അരുതാത്ത് അങ്ങനെ ബെഡ്റൂമിൽ കണ്ടതെന്ന്. അവിടെ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു കുടുംബ പ്രശ്നമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം ബെഡ്റൂമിൽ നടന്നൊരു കാര്യം. ആ ബെഡ്റൂമുകളിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് 5000-ഓളം കാമുകിമാർ പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഗണേഷ് കുമാർ പറയുന്നത് കാമുകി എന്ന് പറയുന്ന സ്ത്രീ മാത്രമല്ലല്ലോ, വണ്ടിയുണ്ട്, പൂക്കളുണ്ട്. അതെ, ഇതിനെയെല്ലാം ഒരു കാമുകി സങ്കല്പത്തിൽ അദ്ദേഹം ആവാഹിച്ച് ആ ബെഡ്റൂമിന് ചുറ്റും ഇരുത്തിയിട്ടുണ്ടാവാം. അതൊരു വലിയ ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം വിശാലമായി അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ഭാര്യ വലിച്ചു കയറി, ഇത് കണ്ട ഭാര്യ വലിച്ചു കയറി, പിന്നെ ഭാര്യയെ സെറ്റ് ചെയ്തു. ഇതൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണല്ലോ, ലൈഫ് തന്നെ അഡ്ജസ്റ്റ്മെൻ്റാണ്. പക്ഷെ നമുക്ക്
ഒരു മണ്ഡലത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കൊണ്ടുപോകാൻ കഴിയും? എത്ര കാലം? എൻ്റെ വ്യക്തി ജീവിതം എന്തിനും ജനങ്ങൾ വിലയിരുത്തുന്നു എന്ന് ഗണേശൻ ചോദിക്കുന്നുണ്ട്. ശരിയാ, വിലയിരുത്തേണ്ട ഒരു കാര്യവുമില്ല, അത് നെറുകേടാണ്. പക്ഷെ ഗണേശൻ ചെയ്ത ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ക്രൂരതകളുണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരെ പുറത്തെടുത്ത പകയുടെ ഒരു ഏട്, ഉമ്മൻചാണ്ടിയെ ഗൂഢാലോചന നടത്തി കേരളത്തിലെ ഏറ്റവും നിന്ദിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റാൻ നടത്തിയ ഒരു വ്യഗ്രത, അതിന് മറുപടി കൊടുക്കേണ്ട ജനം, അതുകൊണ്ട് അതിന് പ്രതികരിക്കേണ്ട ജനം. അല്ല, പക്ഷെ അന്ന് രാജി ചോദിച്ച ആൾക്കാർക്ക് ഇന്ന് രാജി വെപ്പിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല. മങ്കൂട്ടത്തലിന്റെ കാര്യത്തിലാണോ? അല്ല, ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ UDF ആയിരുന്നപ്പോ രാജി വെക്കണം. അത് രണ്ട് പർവ്വമാണ്. കാരണം അന്ന് ഗണേഷ് കുമാറിനെതിരെ സമരം നടത്തി ഗണേഷ് കുമാറിനെ രാജിവെക്കാൻ ആവശ്യപ്പെട്ട ഇടതുപക്ഷം ഇപ്പോൾ ഗണേഷ് കുമാറിനെ തങ്ങളുടെ വക്താവായി സ്വീകരിച്ചു. കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്. ആ ഗണേഷിന് ഇപ്പോൾ ആവശ്യമുണ്ട് ആ പാർട്ടിക്ക്, ആ സംവിധാനത്തിന്. ഗണേഷ് കുമാർ നമുക്കറിയാം, ഗണേഷിൻ്റെ ഭാര്യയും മറ്റ് ചില ഉന്നതരുടെ മകളുമൊക്കെയായുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കേട്ടല്ലോ. ഇതെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ. പത്തനാപുരം മണ്ഡലത്തിലെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഏറെക്കുറെ നമുക്കിപ്പോൾ ബോധ്യം വരുന്നുണ്ട്. കാരണം അവിടെ നടക്കുന്ന സർവേകൾ, അവിടുത്തെ പ്രതികരണങ്ങൾ പഴയ ഒരു മണ്ഡലമല്ല അതിപ്പോൾ. ഗണേഷിനെ കൈവിട്ടിരിക്കുന്നു. പുതുപ്പള്ളി പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകന് വേണ്ടി അങ്ങ് തീരെഴുതി കൊടുത്തതുപോലെ ഈ രണ്ട് അത്ഭുതം കേരളത്തിന് മുന്നിലുണ്ട് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ചാണ്ടി ഉമ്മൻ പത്തനാപുരത്ത് ചെന്ന സമയത്തും അപ്പനോട് നടത്തിയ നെറുകേടിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. കാരണം ഒരുപക്ഷെ ആ മണ്ണിൽ കാലുകുത്തി നിൽക്കുമ്പോൾ അത് പറയാതിരിക്കാൻ അനുവദിക്കില്ല, ഉമ്മൻചാണ്ടി തന്നെ പറയിച്ചതായിരിക്കാം. എങ്കിലും അന്ന് മുതൽ അതിനുശേഷമാണ് വെറു പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഗണേശനെ കണ്ടത്. എന്നെയാണ് ചതിച്ചത്, എന്നെയാണ് ചവിട്ടി പുറത്താക്കിയത്, എൻ്റെ സ്വത്താണ് കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇത് എത്ര കാലം ഇയാൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയും? ഈ പറയുന്ന പോലെ തന്നെ അതിനുശേഷം ഈ ചാണ്ടി ഉമ്മന് മറുപടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഗണേഷ് കുമാർ പറഞ്ഞതാണ്, പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല, ഞാനില്ലാതെ പത്തനാപുരത്തുകാർക്ക് പറ്റത്തില്ല, അവിടുത്തെ സഹോദരിമാർ എന്നെ വീണ്ടും അധികാരത്തിലെത്തിക്കും. അല്ല, ആ ഒരു പ്രതീക്ഷ ഗണേഷ് കുമാറിനുണ്ട്. കാരണം നന്നായി അഭിനയിക്കാൻ അറിയാം. ഗണേഷ് കുമാറിന് നല്ല മിടുക്കനാണ്, അക്കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. അഭിനയിക്കാൻ അറിയാം, നല്ല സംഘാടകനാണ്, ഈ ക്യാമ്പയിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല കഴിവുണ്ട്. പക്ഷെ അത് മാത്രം മതിയോ? അതിലപ്പുറത്തൊരു വലിയ ചോദ്യം ചാണ്ടി ഉമ്മൻ അന്ന് പത്തനാപുരത്തിൻ്റെ മണ്ണിലെത്തി ചോദിച്ചത് കേരളത്തിലെ ജനങ്ങളോടാണ്. ആ ചോദ്യം ഗണേഷ് കുമാറിന് നേർക്കല്ല. അതിന് ഉത്തരം പറയേണ്ടത് പത്തനാപുരത്തെ സാധാരണ ജനങ്ങളാണ്, അമ്മമാരാണ്, സഹോദരിമാരാണ്. അവരുടെ ഉള്ളിൽ ഒരു തീ ഇപ്പോഴും ആളുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കൊളുത്തിയ ദീപമാണ്. അതിനെ ഊതിക്കെടുത്താൻ ഒരു ഗണേഷ് കുമാറിനും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം അത് ഉമ്മൻചാണ്ടി പകർന്ന് അനേകരുടെ ഹൃദയങ്ങളിലേക്ക് കൊളുത്തിവിട്ട ഒരു തീയാണ്. അത് രണ്ട് മണ്ഡലത്തിൽ ആളിക്കത്തുന്നുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്. ഒന്ന് പുതുപ്പള്ളിയിലും ഒന്ന് പത്തനാപുരത്തും. എന്തായാലും പത്തനാപുരത്തും ഈ പുതുപ്പള്ളിയിൽ ഒന്നും മാറാൻ പോകുന്നില്ല. കാരണം അവിടെ ചാണ്ടി ഉമ്മൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക്, പക്ഷേ അത് ഉമ്മൻചാണ്ടിയാണ്. പത്തനാപുരത്തേക്ക് അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകുമോ? ഈ പറയുന്ന പോലെ തന്നെ ഗണേഷിൻ്റെ ഒരു അഹങ്കാരമുണ്ടല്ലോ, എൻ്റെയാണ് പത്തനാപുരം എന്നുള്ള ആ ഒരു അഹങ്കാരത്തിന് ഇത്തവണ അവിടുത്തുകാർ എന്ത് മറുപടി കൊടുക്കും എന്നുള്ളതാണ് കേരളം പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അതും ഒരു വാശിയോടെയുള്ള ഒരു മത്സരം നടക്കുന്ന മണ്ഡലമായി ഉമ്മൻചാണ്ടി കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.